2026-27 ഇന്ത്യയിലെ പ്രമുഖ കാറുകളും എസ്യുവികളും ഹൈബ്രിഡ് മോഡലുകളായി മാറും. നിരവധി കമ്പനികൾ ജനപ്രിയ മോഡലുകളിൽ ഹൈബ്രിഡ് സാങ്കേതികവിദ്യ അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. പുതിയ പരിവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് മാരുതി സുസുക്കിയായിരിക്കും. അടുത്ത വർഷം ഫ്രോങ്സ് കോമ്പാറ്റ് ക്രോസ് ഓവറിലും പുതുതലമുറ ബലേനോ ഹാച്ച്ബാക്കിലും സ്വന്തമായി വികസിപ്പിച്ച ചെലവ് കുറഞ്ഞ ഹൈബ്രിഡ് പവർ ട്രെയിൻ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് മാരുതി സുസുക്കി. മഹീന്ദ്രയുടെ ജനപ്രിയ XUV 3XOയും അടുത്ത വർഷം ഹൈബ്രിഡ് സാങ്കേതികവിദ്യ സ്വീകരിക്കും. ഇടത്തരം SUV വിഭാഗത്തിൽ ഹോണ്ട എലിവേറ്റ് ഹൈബ്രിഡ് 2026-ലെത്തും. 2027-ൽ പുതുതലമുറ ഹുണ്ടായി ക്രെറ്റയും കിയ സെൽറ്റോസും എത്തും. റെനോയുടെ തിരിച്ചുവരവ് SUV-യായ ഡസ്റ്ററും ഹൈബ്രിഡ് പെട്രോൾ, CNG തുടങ്ങിയവ ഉൾപ്പെടെ ഒന്നിലധികം പവർ ട്രെയിനുകൾക്കൊപ്പം അവതരിപ്പിക്കും. ഹോണ്ടയുടെ ആദ്യ ഹൈബ്രിഡ് SUV-യുടെ ഉൽപ്പാദനം രാജസ്ഥാനിലെ ആൽവാറിലുള്ള കമ്പനിയുടെ തപുകര പ്ലാന്റിൽ ഉടൻ ആരംഭിക്കും. എന്നിരുന്നാലും 2026-ന്റെ രണ്ടാം പകുതിയിൽ വിപണിയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2025 മാരുതി ഫ്രോങ്സിൽ ബ്രാൻഡിന്റെ പുതിയ ഇൻഹൌസ് വികസിപ്പിച്ചെടുത്ത ശക്തമായ ഹൈബ്രിഡ് പവർ ട്രെയിൻ അരങ്ങേറ്റം കുറിക്കും. 2026-ന്റെ തുടക്കത്തിൽ പെട്രോൾ എഞ്ചിനുകളുള്ള മൂന്നാം തലമുറ റെനോ ഡസ്റ്റർ വിൽപ്പനയ്ക്കെത്തും. അതിന്റെ ഹൈബ്രിഡ് പതിപ്പ് 6 മുതൽ 12 മാസങ്ങൾക്ക് ശേഷം നിരത്തിലെത്തും. ഇന്ത്യയിലെ ജനപ്രിയ ഇടത്തരം SUV-കളായ ഹുണ്ടായി ക്രെറ്റയും കിയ സെൽറ്റോസും 2027-ൽ അവയുടെ പുതുതലമുറ അപ്ഗ്രേഡുകളുമായി ഹൈബ്രിഡാകും.